കഥകളി രംഗത്തെ അതിപ്രശസ്തനായ ശ്രീ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാനുമായുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കൽ തുടരുകയാണ്. പ്രശസ്ത സിനിമാതാരം മോഹൻലാലുമായിട്ട് സൗഹൃദമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വാനപ്രസ്ഥം, അതേമാതിരി കമലദളം തുടങ്ങിയ സിനിമകളുടെ ഷൂട്ടിംഗ് കാലത്ത് അതൊന്ന് പറയുന്നത് നന്നായിരിക്കും. കലാമണ്ഡലം അധ്യാപകനായിരിക്കുന്ന കാലത്തോട്ട് കമലദളം ഒരു പടം മോഹൻലാലിൻ്റെ ചെറുതുരുത്തിയാണ് ഷൂട്ടിങ്. അപ്പോൾ മോഹൻലാലിന് അഭിനയം പഠിക്കണം, കണ്ണ് സാധകം ചെയ്യണം. ഞാൻ പിന്നെ മനസ്സിലാക്കിയത് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു പറയുമ്പോൾ ശിവാജി ഗണേശനൊക്കെ കണ്ണ് സാധകം ചെയ്തിട്ടുണ്ട്, അങ്ങനെ കിട്ടി. അപ്പോൾ അതൊക്കെ അദ്ദേഹം കിട്ടണം. അപ്പോൾ കഥകളിയിലെ കണ്ണ് സാധകം മോഹൻലാലിന് പഠിക്കണം വെച്ചിട്ട് അങ്ങനെ മോഹമായിട്ട് കണ്ണ് സാധകം ചെയ്യിക്കണം, രസാഭിനയം. അങ്ങനെ കലാമണ്ഡലത്തിൽ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് കലാമണ്ഡലത്തിൽ വരും. അപ്പോൾ അവിടുന്ന് ഓഫീസിൽ നിന്നാണ് തീരുമാനമായി സുബ്രഹ്മണ്യനെ പറഞ്ഞാച്ചാൽ മതി, പഠിപ്പിക്കാൻ സുബ്രഹ്മണ്യനെ പറഞ്ഞാച്ചാൽ മതി ഇതൊരു തീരുമാനം മോഹൻലാലിനോട് പറയും. അങ്ങനെ മോഹൻലാലിൻ്റെ ഞാൻ പോയി എന്നെ കാറ് കൊടുത്താൽ ഞാൻ പോയി കാറിൽ ഇങ്ങനെയുള്ള മോഹൻ്റെ പറയും. പിന്നെ ഒരു റിലേഷൻഷിപ്പ് കിട്ടി, ഭയങ്കര കാലം. ഒരു നല്ല ഭാഗ്യമായത്. ഞാൻ ഇങ്ങനെ പഠിക്കുന്നപ്പോൾ ഞാൻ എല്ലാ വിചാരിച്ചു സംസാരിച്ചു വളരെ. അപ്പോൾ ഞാൻ നേരിയവും ശരിയാവും. പക്ഷേ കമലദളം ഷൂട്ടിങ് നടക്കുമ്പോൾ ദിവസം വെളിച്ചാകുമ്പോൾ 7:15 വണ്ടി വരും. ഞാൻ വണ്ടിയിൽ പോകും. 1 മണിക്കൂർ വെറും കണ്ണ് സാധകവും രസാഭിനയും ഇരുന്ന് അപ്പുറത്തൊപ്പം ഇരുന്നിട്ടിങ്ങനെ പിന്നെ അങ്ങനെ ചില മുദ്രകളൊക്കെ ഇങ്ങനെ അങ്ങനെ തമാശയൊക്കെ പറഞ്ഞിട്ട് അതൊരു നല്ല ഫ്രീഡമായിട്ടുള്ള ഒരു അഭിനയം. പിന്നെ വാനപ്രസ്ഥത്തിന് പിന്നെ പട്ടികയായിട്ടുണ്ട്. അത് സിനിമയെ സംബന്ധിച്ച് ഒരു ഷോട്ട്, ഒരു മിനിറ്റ് വേണ്ട ഒരു ഷോട്ട്, അതിലേക്ക് വേണ്ട ആ ഒരു ഷോട്ട് പെർഫെക്റ്റായി പഠിപ്പിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ അനുഭവം. ഞാനത് പറയാതെ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് പൂതനാമോക്ഷം ഷൂട്ടിങ് ചെയ്തത്. ഒരു കാലത്ത് മേക്കപ്പ് ചെയ്തിട്ട് റിഹേഴ്സലാണ് ചെയ്ത് വൈകുന്നേരം നമ്മളാണ്ട് എത്തിയിരിക്കണം. അപ്പോൾ അത് കണ്ടിട്ട് ഓക്കേന്ന് നമ്മൾ പറയണം, ഞാൻ പറയണം ഇത് നന്നായോ കോട്ടുണ്ടോ, അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തു പോരും. പൂതനാന്നല്ല, എല്ലാ വേഷങ്ങളും അതിലേക്ക് വേണ്ടതായ വേണ്ട സബ്ജക്റ്റ് ഒരു ഷോട്ടേ വേണ്ടെങ്കിലും അത് പെർഫെക്റ്റ് ആക്കി കൂടുതൽ പഠിക്കാന്നല്ല, അത് എല്ലാ വേഷങ്ങളും കിട്ടി. അങ്ങനെ എല്ലാ വേഷങ്ങളും കിട്ടിയ ഒരു സിനിമാ നടൻ അദ്ദേഹത്തിനെ ബഹുമാനിക്കണം. പിന്നെ ഏത് തൊഴിൽ ഏതിനായാലും അദ്ദേഹം ആ എടുക്കുന്ന തൊഴിലിൻ്റെ ആത്മാർത്ഥതയെക്കൂടെ കഥകളിയോടുള്ള ബഹുമാനം, ആചാര്യന്മാരോടുള്ള ഭക്തി, അതാണ് എനിക്ക് ആ സൗഹൃദം കൊണ്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ ദീർഘകാലം കലാമണ്ഡലത്തിൽ അധ്യാപകനായി, പിന്നെ പ്രിൻസിപ്പലായിട്ട് എത്ര വർഷം ഇരുന്നു? പ്രിൻസിപ്പൽ 2 കൊല്ലം. 32 കൊല്ലത്തെ സർവീസാണ് എനിക്ക് കലാമണ്ഡലത്തിൽ കിട്ടിയത്. 2 കൊല്ലം പ്രിൻസിപ്പളായി. അത് ശരി. ബാലേട്ടൻ റിട്ടയർ ചെയ്യുന്നത് മറ്റേ വിദേശത്തിരുന്നിട്ടാണ് എന്ന് കേട്ടിട്ടുണ്ട്. അത് ഞാൻ 2011 റിട്ടയർ ചെയ്ത്. 2011 മാർച്ചിൽ. അപ്പോൾ ആ കൊല്ലം വിദേശയാത്ര. കഥകളി പഠിച്ചുകൊണ്ടാണ് വിദേശം. ഒരുപാട് വിദേശങ്ങളിൽ പോയത്. കഥകളി പഠിച്ചുകൊണ്ടാണ് വിദേശം കാണാൻ സാധിച്ചത്. ഞാനത് കഥകളിയിൽ നിന്നൊരു അതിൻ്റെ ഒരു മഹത്വം തന്നെയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കണക്കാക്കിയപ്പോൾ 58 പ്രാവശ്യം വിദേശയാത്ര പോകാൻ സാധിച്ചിട്ടുണ്ട്. ഈ 2011 അമേരിക്കയ്ക്കാണ്. തിരിച്ചു വരവ് ഏപ്രിൽ 10-ാം തീയതിയാണ്. അപ്പോൾ എൻ്റെ മാർച്ച് 31-ാം തീയതിയാണ്. അപ്പോൾ റിട്ടയർഡ് കൊണ്ട് ന്യൂയോർക്കിൽ വെച്ചിട്ട് അതാണ് ഈ വിദേശത്ത്. പിന്നെ അങ്ങനെ വിദേശയാത്രയെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ വിദേശയാത്ര എവിടേക്കാണ്? 76. അത് ടർക്കിക്കാണ്. ടർക്കി, ബൾഗേറിയ, ഹംഗറി, മോസ്കോ. ആദ്യത്തെ അത് കലാമണ്ഡലത്തിൻ്റെ യാത്രയാണ്. 76 ആദ്യത്തെ യാത്ര. പിന്നെ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ പോയില്ലേ? പിന്നെ ഒരുപാട് പോയി. വിദേശത്ത് എവിടെ പോയിട്ട് ഒരു വീഴ്ച ഉണ്ടായോ? അത് ജപ്പാനിൽ പോയി. ജപ്പാനിൽ ഒരു 4-4.5 മാസം ഉണ്ടായി. അതിന് അവസാനത്തെ ഒരു 4 പരിപാടിയുടെ മുമ്പ് സ്റ്റൂളിന് മുകളിൽ കയറിയതാണ്. സ്റ്റൂളിന് മുകളിൽ അങ്ങോട്ട് വീടും, കൈ കുത്തി വീടും. അപ്പോൾ ഇങ്ങനെ
ഡിസ്ക് തെറ്റി, എല്ലാ ഓപ്പറേഷനും അവിടെ അവർ നടത്തി, അവിടെ തന്നെ ചെയ്തു, എല്ലാം അവിടെ നിന്ന് നടത്തി. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല കഴിഞ്ഞു. അത് ഇവിടെയുള്ള ഡോക്ടർമാർ പറഞ്ഞു അവിടെ പോയി വീണത് ഭാഗ്യം, ഈ കയ്യിന് എന്തെങ്കിലും കോട്ടുണ്ടായിരുന്നത്, അപ്പോൾ ഈ കയ്യിൻ്റെ ആക്ഷനൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു ഇവിടെയാണെങ്കിൽ അത് വലിയ ഭാഗ്യം. അങ്ങനെയൊന്നും ഉണ്ടായില്ല. നമ്മൾ ഈ ആട്ടക്കഥയെക്കുറിച്ചിട്ട് പറയാതെ കഥകളിയെക്കുറിച്ചിട്ട് ആ ചർച്ച പൂർണ്ണമാവില്ലല്ലോ. ബാലേട്ടൻ ചില ആട്ടക്കഥകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ ആദ്യം എഴുതിയത് ജപ്പാനിൽ വീണില്ലേ, 2-3 മാസം റെസ്റ്റ് കിട്ടി. അപ്പോൾ മാർക്കണ്ഡേയരെന്ന് പറഞ്ഞൊരു കഥ എഴുതി, മാർക്കണ്ഡേയൻ്റെ കഥ. അത് ഈ എൻ്റെ മനസ്സിൽ ഈ തിരുനാവായാണല്ലോ, ആ കഥ അത് വെച്ചിട്ടാണ് ഈ തൃപ്പറങ്ങോട്, അതെ, അത് വെച്ചിട്ട് ഒരു ലോകം. ഇപ്പോൾ ഈ സാഹിത്യം വലുതായിട്ടില്ലെങ്കിലും ഈ ലളിതമായ ഭാഷയിൽ എഴുതിയിട്ട് കഥകളിക്ക് കൊണ്ടുവന്നു. മാർക്കണ്ഡേയർ എഴുതിയിട്ട് പിന്നെ കുറേ കവിതകളാണ് എഴുതിയത്. എടശ്ശേരിയുടെ പൂതപ്പാട്ട്, പൂതപ്പാട്ട് മറ്റേ കഥകളി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? പൂതപ്പാട്ട് അതിൽ ഈ ഒരു ആട്ടക്കഥയുടെ സ്വഭാവം സ്വതവേ മറ്റേ കവിതയ്ക്ക് ഉണ്ടോ? കഥകളി ആക്കത്തിരി അത് പറ്റില്ല, അതുണ്ടാവില്ല. അത് ഈ കവിത എഡിറ്റ് ചെയ്യുമ്പോൾ ആട്ടക്കഥ കളിക്കണ പോലുള്ള അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ആ കവിത നമ്മൾ കഥകളി രൂപത്തിൽ അവതരിപ്പിക്കണമെന്ന് കണക്ക്. അല്ലാത്തൊരു സൗകര്യമായിരുന്നു തോന്നുന്നില്ലേ ഇല്ല? ആ ഒരു കഥയും ഇതൊക്കെ അനുസരിച്ച് ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് അതിന് ഞാൻ ആ ഈ എടശ്ശേരിയുടെ കവിതയുടെ അതിൻ്റെ 1/, അതുപോലെ ഞാൻ ഇതിനെ മാറ്റി രംഗങ്ങൾ. ഈ പൂതം എന്നുള്ള കഥാപാത്രത്തിന് ആദ്യം നരേഷനാക്കി മാറ്റി, അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി. പൂതത്തിനെ അങ്ങോട്ട് മാറ്റി, ഉണ്ണി പറഞ്ഞാക്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി. ആ കവിതയുടെ അത് അതുപോലെ തന്നെ അവതരിപ്പിക്കലല്ല ചെയ്തത്, നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് തിരിച്ചു മുറച്ചാക്കിയിട്ടു. അതിൽ ഈ അമ്മയും പൂതനയും അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങളാണല്ലോ അല്ലേ? അതവിടെ അത് നല്ല സബ്ജക്റ്റ് എന്താ വെച്ചാൽ പെറ്റമ്മ വളർത്തമ്മ എന്നുള്ള 2 സബ്ജക്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ അമ്മ ഉണ്ട് ശരിക്കും. പിന്നെ ഇടശ്ശേരി വള്ളത്തോളിൻ്റെ ദണ്ഡകാരനെ ചെയ്തിട്ടുണ്ട്. താടക എന്ന രാജകുമാരി വയലാർ അജിതുണ്ട്. ഇതിനൊരു ഭ്രമം വന്നാൽ നമ്മൾ അത് ഈ കഥകളി എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതെ, നമ്മൾ ഇപ്പോൾ ബാലേട്ടനൊരു കവിത വായിച്ചാൽ ഇതിൽ കഥകളി പറ്റുമെന്നുള്ളൊരു ചിന്ത. ഏതൊരു കവിത വായിച്ചാലും ഞാൻ ഇത് എങ്ങനെ കൊണ്ടുവരണം, അതല്ലെങ്കിൽ ഇത് എങ്ങനെ ആടാൻ നോക്കും. ഒരു കവിത കിട്ടിയാൽ കഥകളിക്ക് എങ്ങനെ കൊണ്ടുവരാം, കഥകളിക്ക് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ അത് ആട്ടത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഈ ചിലരുടെ പാട്ടുകാരില്ലാണ്ട് മനോധർമ്മം ആടില്ലേ, അപ്പം ഈ ആശയം മനോധർമ്മത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. അത് ശരി, അങ്ങനെ ശരി. ഇപ്പോഴും മറ്റേ കഥകളി രംഗത്ത് ഏറെ സജീവമായിട്ട് തന്നെ ബാലേട്ടൻ. ഞാനിപ്പോഴും എന്തോ ഗുരുനാഥന്മാരുടെ അച്ഛനമ്മയുടെയും ഗുരുനാഥന്മാരുടെയും ദൈവാധീനം കൊണ്ട് ഇപ്പോഴും എല്ലാ വേഷങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ആദ്യവസാന വേഷങ്ങളൊക്കെ എല്ലാം ഞാനിപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ സമീപകാലത്ത് ഈ കഥകളിയുടെ അവതരണത്തിൽ ഈ സമയത്തിനൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ടല്ലോ അല്ലേ? പണ്ട് രാത്രി മുഴുവൻ കഥകളിയാണല്ലോ. ഇപ്പം അങ്ങനെ പണ്ട് ഫുൾ നൈറ്റ് കളി കൂടുതലുണ്ടായിരുന്നു. ഇപ്പം അത് ഒരു കണക്കിന് അന്ന് അത് ആ കാലഘട്ടത്തിൽ അതിനുള്ള കാണുന്നവർക്കും കളിക്കുന്നവർക്ക് കളിക്കണം, കാണുന്നവർക്കൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ ആക്കിയിട്ടുണ്ട്. അത് നല്ലതാണ്, കളിക്കാർക്കും അത് കാണുന്നവർക്ക് ശരിക്കും ആസ്വാദനം കിട്ടും. അപ്പോൾ രണ്ടാമത്തെ കഥയ്ക്ക് ആരും ഉണ്ടാവില്ല എന്ത് കളിക്കുന്നത്. അപ്പോൾ അതിന് ഭേദം ഇത് കാണാനാണല്ലോ സമയം നേരത്തെയാക്കിയത്. വെളിച്ചാന്തരകളെ കളി എന്നുള്ളത് മാറ്റം നല്ല തന്നെ, ഒട്ടും അത് ശരിയല്ല. ആരും ഇല്ലാണ്ട് വെറുതെ കളിച്ചിട്ട് ഉറക്കൊഴിപ്പ്. ഇന്നിപ്പോൾ അത് മാറ്റം എണ്ണങ്ങൾ കൂടി, കളികൾ ധാരാളമായി. കളികൾ ധാരാളമായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തെക്കൻ ദിക്കിലാണോ ഈ വടക്കൻ ദിക്കിലാണോ ഈ കഥകളി കൂടുന്നത്? മുമ്പ് തെക്കൻ ദിക്കിലായിരുന്നു കഥകളി, ഇപ്പൊക്കെ എല്ലാ ദിക്കിലും ധാരാളമായി. ഇപ്പൊ ഇപ്പോഴത്തെ നോക്കുമ്പോൾ പല ഗ്രൂപ്പുകളായി. ഇവരൊക്കെ ഓരോ സെറ്റായിട്ട് കളി നടത്തിയൂല്ലേ. ലേഡീസ് ട്രൂപ്പ് മാത്രം, അനവധി ലേഡീസ് ട്രൂപ്പായില്ലേ, മുമ്പിട്ടില്ല. ശരി, നമ്മുടെ ഞാനൊക്കെ സ്കോളർഷിപ്പ് പഠിക്കുന്ന കാലത്ത് അങ്ങനെ പെൺകുട്ടികളൊന്നും കഥകളിക്ക് ഇല്ല. ഇന്നിപ്പോൾ എല്ലാ വേഷങ്ങളും പെൺകുട്ടികൾ കിട്ടും. അതൊക്കെ നല്ലതല്ലേ കഥകളിയെ സംബന്ധിച്ച്. കഥകളിക്ക് വളർച്ചയാണ്. ഇപ്പോഴത്തെ ഈ കഥകളി പഠനത്തിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ?
നല്ലോണം പാകത വന്ന ഒരു പഴം കഴിക്കുമ്പോഴത്തെ മധുരവും ഞെക്കി പഴുപ്പിച്ച് മാറ്റി. ശരി. അത് മാറ്റം വരില്ലേ? ശരിക്ക് കളരിയിൽ നല്ലോണം അഭ്യാസം കിട്ടിയിട്ട് രംഗത്ത് ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആ കഥാപാത്രം കാണുമ്പോൾ അതിൻ്റെ നിലവാരം, പെർഫെക്ഷൻ അറിയാവുന്നവർക്ക്, നല്ല ഒന്നാംകട ഓഡിയൻസിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ കാസ്റ്റൂളായിട്ട് പഠിച്ചിട്ട് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ, ചെയ്ത് കാണുമ്പോൾ തൃപ്തി വന്നോളുന്നില്ല. ശരി. അതിന് മാറ്റം വരും. ഇപ്പോൾ അതിൻ്റെ മധുരത്തിന് മാറ്റം വരില്ല. അതുണ്ട്. പക്ഷെ അത് അത്രയൊന്നും ഇന്നിപ്പോൾ അതൊന്നും അത്രയൊന്നും ആൾക്കാർ ശ്രദ്ധിക്കില്ല. ആസ്വാദനം അത് കാണും പ്രവൃത്തിയിൽ കാണും. അത് എങ്ങനെ അത് എവിടെ കാണിച്ചാൽ ഒരു ആദ്യവസാന വേഷങ്ങൾ, ഇപ്പോൾ ചിത്തപ്രധാനമായിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വലിയ വലിയ ആചാര്യന്മാരുടെ വേഷങ്ങൾ കണ്ട ആസ്വാദകരാണെങ്കിൽ അവരുടെ മനസ്സിൽ തൃപ്തി വന്നോളുന്നില്ല. വേഷം കെട്ടും കളിക്കും, അതൊക്കെ ശരിക്കാം. പക്ഷേ അവരുടെ മനസ്സിൽ അത് തൃപ്തി വന്നോളില്ല. കാരണം ആ ആചാര്യന്മാർ പെർഫെക്ഷനായിട്ട് ചെയ്ത് സിദ്ധി വരുത്തിയിട്ട് ഇങ്ങനെ. ഞാൻ ചെറിയ ഉദാഹരണം പറയുമ്പോൾ ചെമ്പൈ വൈദ്യനാഥ് അദ്ദേഹത്തിൻ്റെ പാട്ട് അദ്ദേഹം ഇന്നും പാടും, നാളെ അതന്നെ പാടുക അല്ലേ? ഒട്ടും അങ്ങോട്ട് നമുക്ക് സന്തോഷമല്ലേ തോന്നുന്നു. പെർഫെക്റ്റ്. ഇന്നും കേട്ടാൽ നാളെയും കേൾക്കാം അല്ലേ? ഇതന്നെ കഥ. അങ്ങനെ തന്നെ കഥകളിൽ കുറേ കഥകളുണ്ട്. നരകാസുരൻ ഇന്നും കണ്ട, രാമകുട്ടേശ്വരൻ നരകാസുരൻ ഇന്നും കാണാം, നാളെയും കാണാം, മറ്റന്നാളും കാണാം, ഉത്ഭവമായിക്കോട്ടെ ഇന്നും കാണാം. അങ്ങനെ കാണുന്നതായ ഒരു സംസ്കാരം ഉണ്ടാവണമെങ്കിൽ അടിത്തറയിൽ നിന്ന് അടിത്തറ ഭദ്രാവണം എന്നർത്ഥം. ശരി. ഒരു 10 കത്തിവേഷങ്ങളുടെ കഥ കേട്ടിട്ടുണ്ട് ഞാൻ ഈ തൃപ്പൂണിത്തുറയിലേറ്റ് വെച്ചിട്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇപ്പോൾ കഥകളി ആൾക്കാരുടെ ഈ പലതരത്തിൽ കഥകളി പ്രോഗ്രാം സംഘടിപ്പിക്കാൻ തുടങ്ങിയ ആൾക്കാർ മുമ്പൊന്നും അങ്ങനെയില്ല. മുമ്പ് ആദ്യം ഒരു പച്ച, പിന്നെ കത്തി ഒളിച്ചതിൻ്റെ കളിയാണല്ലോ. ആദ്യം ഒരു പച്ച, പിന്നെ കത്തി, പിന്നെ ചുവന്നാടി, അങ്ങനെയുള്ള വേഷങ്ങളല്ലേ. പിന്നെ അതിനൊരു മാറ്റങ്ങളായിട്ട് തുടങ്ങിയിട്ട് 3 കത്തി വേഷങ്ങൾ. ശരിക്കും അത് തുടങ്ങി വെച്ചത്, ശരിക്കും ഇത്തരത്തിലുള്ളതായ ഒരു സമ്പ്രദായം തുടങ്ങി വെച്ചത് FACTയിലാണ്. MK നാരായണൻ. 3 കത്തി വേഷങ്ങൾ, 3 രാവണന്മാർ, 3 ഭാവത്തിലെ വേഷം. ഒന്ന് കൃഷ്ണനാരച്ചൻ, ഒന്ന് രാമൻകുട്ടി അച്ഛൻ, ഒന്ന് ചാത്തുണ്ണി പണിക്കർ. 3 പേരിന് കത്തി വേഷമാണ് ഒരു ദിവസം. അങ്ങനെയാണ് ആദ്യം തുടങ്ങുന്നത്. അവിടെയാണ് അത് ആദ്യം തുടങ്ങിയത്. പിന്നെ അത് ഇവിടെ അത് കലാമണ്ഡലത്തിൽ പഞ്ചരാവണന്മാരെ എന്നൊരു പേര് ഞാൻ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരിക്കുമ്പോൾ 5 കത്തി വേഷങ്ങളൊക്കെ. അത് കഴിഞ്ഞ് കുറച്ച് പിന്നത്തെ ഒരു കാലഘട്ടത്തിലാണ് തൃപ്പൂണിത്തുറ വെച്ചിട്ടൊരു 10 കത്തി വേഷങ്ങൾ ഒരേ ദിവസം തന്നെ. നേരത്തെ തുടങ്ങും 10 കത്തി വേഷങ്ങൾ. ആശാന്മാരും സമയം കുറച്ച് വേണ്ടേ? ഇപ്പോൾ വേണം. അത് തുടങ്ങിയ അന്ന് കത്തിവേഷങ്ങളേ ഉള്ളൂ. ആദ്യം ഗോപീശൻ, ഉത്തരാശാൻ, ദുര്യോധനൻ, മടവൂരാശാൻ്റെ ബാണൻ, അതിൻ്റെ ഉത്ഭവം. പിന്നെ അങ്ങനെ വഴിക്ക് വിളിച്ചാൽ അങ്ങനെ കത്തിവേഷം. അത് ശരി. അപ്പം ശരിക്കും 10 കലാകാരന്മാരെ അവിടെ മത്സരിക്കുകയാണെന്ന് പറയാൻ പറ്റും. അല്ല, മത്സരം എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവ് പരിപൂർണമായിട്ട് അതിനൊരു ജനങ്ങളതിനൊരു നല്ലൊരു നല്ലതാണ് സംഭവം. അത് വലിയ കാരണം ഓരോരുത്തരും ഓരോ കലാകാരൻ്റെയും ആ ഒരു ചെറിയൊരു മത്സരമുണ്ട്. ഏത് വേഷം മികച്ച് നിൽക്കുക എന്നുള്ളൊരു പോട്ടാപോട്ടിയല്ല. പക്ഷെ മോശമാവാൻ വയ്യാന്ന് ആരും മോശമാക്കില്ല. അല്ല, അത് ആസ്വാദനത്തിന് വലിയൊരു കാര്യം തന്നെയാണ്. ഭയങ്കര രസമായിരിക്കും കത്തിവേഷങ്ങൾ. അതിന് ഓരോരുത്തർ ആസ്വാദകരും ഉണ്ട്. ആസ്വാദകർ ചില ആൾക്കാർ ഇന്ന കഥ കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. അങ്ങനെയുണ്ട്.
ചിലർ ഉത്ഭവം കാണാനാകുമ്പോൾ ആസ്വാദകരുമുണ്ട്. ചിലർ ദുര്യോധനം കാണാനാവും, ചിലർ ബാണം കാണാനാവും, പിന്നെ അല്ലെങ്കിൽ ചിലർ തോരന യുദ്ധം രാവുണ്ടാവും. ഈ വ്യത്യസ്തമായ ഈ കത്തിവേഷങ്ങൾ കാണാൻ വരുന്ന ഓഡിയൻസും ഉണ്ട് കേട്ടോ. ഈ ആസ്വാദകരുടെ അവർക്കുണ്ടല്ലോ. ആസ്വാദകർക്കും കഥകളിക്കാർക്കും നല്ലതാണ്. അതെ അതെ. ഒരുപാട് ആട്ടക്കഥകളിൽ ബാലേട്ടൻ ആടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ബാലേട്ടനെ സ്വാധീനിച്ച, അത് സാഹിത്യം പഠിച്ച ആൾ, അത് അരങ്ങത്ത് അവതരിപ്പിക്കാൻ പഠിച്ച ആൾ എന്നുള്ള നിലയ്ക്ക് ബാലേട്ടനെ സ്വാധീനിച്ച 2 തരത്തിലാണ്. ഇപ്പോൾ പറയും, ഒന്ന് മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ്, മനസ്സിലെ സംഘർഷങ്ങൾ ചെയ്യുക എന്നുള്ളൊരു സബ്ജക്റ്റ്. അത് നളചരിതം പോലെ, നളചരിതം തന്നെ വീഴുന്നത്. നളചരിതം രംഗത്ത് ചെയ്യണമെങ്കിൽ മനസ്സിന് നല്ല പിടിച്ച്, മറ്റത് അഭ്യാസം കൊണ്ട് നമുക്ക് പണിയെടുത്ത് പേരെടുത്ത് പോരാം. ഈ നളചരിതം വിജയിപ്പിക്കുന്നത് നല്ലോണം ഉള്ളിൽ തട്ടി അഭിനയിച്ച് ഉണ്ടാക്കണം. അത് നല്ല, പക്ഷേ അത് എത്രയും നമുക്ക് മതിയാവില്ല. ഇന്ന് ചെയ്താലും നളചരിതം ഇന്ന് ചെയ്താലും നാളെ ചെയ്താലും മതിയാവില്ല. അങ്ങനെ ഒരു തോന്നുന്നു. ശരി. ഈ ആട്ടക്കഥാ സാഹിത്യം മറ്റ് സാഹിത്യ വിഭാഗങ്ങളോട് മത്സരിക്കുന്നതാണ് ശരിക്കും നളചരിതം. അതല്ല, ഉണ്ണായി വാര്യരുടെ അദ്ദേഹം കണ്ട നളൻ ആരും ഇന്നോരും എത്തിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് വായിക്കുന്തോറും അവരവരുടേതായ നളനായി തീരുമാറുകയാണ്. ഓരോരുത്തർ വായിച്ചാലും അവർ രംഗത്ത് ചെയ്യുമ്പോൾ അവരുടെ അവരാണ് നളൻ. അപ്പോൾ ഞാൻ നളൻ ചെയ്യുമ്പോൾ എൻ്റെ നളനാവും, വേറൊരാൾ നളനാവില്ല. ഓരോരുത്തരുടെ ഉള്ളിൽക്കും ചെയ്യാൻ പറ്റുന്നതായ സബ്ജക്റ്റാണ് അത്. നളയരുതം മുമ്പ് കലാമണ്ഡലത്തിൽ നളയരുതം പഠിപ്പിച്ചിരുന്നില്ല. അത് ശരി. നളയരുതം 2ാം ദിവസം മാത്രമേ പഠിപ്പിച്ചിരുന്നുള്ളൂ. അത് ശരി. പിന്നെ അതെന്താ, അതിൽ തെറ്റില്ല. ഇപ്പോൾ എല്ലാം ചൊല്ലിയാൽ ഇപ്പം എല്ലാം പഠിപ്പിക്കണ്ടേ, 1, 2, 3, 4 ഒക്കെ ഉണ്ട്. അതെന്താണ് അത് കാരണം വെച്ചാൽ കളരിയിൽ നിന്ന് ഉണ്ടാവേണ്ടതല്ല. അത് ശരി. കളരിയിൽ ഉണ്ടാവേണ്ട 2ാം ദിവസം മാത്രം കളരിയിൽ ചൊല്ലിയാടിയിട്ട് ഫ്രെയിം ഉണ്ടാക്കാം, പഠിപ്പിക്കാം. പിന്നെ വായിച്ച് ഉള്ളിൽ തട്ടി സ്വന്തം മനസ്സിൽ നിന്ന് ഉണ്ടാവേണ്ട സബ്ജക്റ്റ്. അതിൽ ഫ്രെയിമിൽ ഒരു പ്രത്യേകതയൊന്നുമില്ല. അവിടെയാണ് അത് പഠിപ്പിക്കേണ്ടതാണ് നിശ്ചയിക്കുന്നത്. ഫ്രെയിം ഉണ്ടാക്കാൻ നല്ലതാണ്, ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഫ്രെയിമിൽ ചെയ്യണു. പിന്നെ രംഗത്ത് കയറിയാൽ അവരവരുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് കഥാപാത്രത്തിന് അത്രയും ചെയ്യാൻ പറ്റുന്നതായ ആട്ടക്കഥകൾ കുറവാണ്. ഒരു കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ അരങ്ങുകളിൽ നിന്ന് അരങ്ങുകളിലേക്ക് സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. ആ ഒരു സമയത്ത് ഈ കുടുംബകാര്യങ്ങൾ മുഴുവൻ നോക്കിയിട്ടുണ്ടാവുക ഈ പത്നി സുമ തന്നെ ആയിരിക്കും. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് നമുക്ക് അത്രയും കുടുംബകാര്യങ്ങൾ നോക്കാനുള്ളതായ അതില്ല. ഈ കഥകളി എന്നുള്ള ഫീൽഡിൽ ഒരുപാട് ഉള്ളപ്പോൾ നമ്മളിതൊന്നും അറിയില്ല. അവർ ചെയ്തോളും. അവർ തന്നെയാണ് അതിൻ്റെ ബലം. നമ്മൾക്ക് നമ്മളെ ഫീൽഡിൽ അത് നോക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇതിൻ്റെ കോൺസെൻട്രേഷൻ പോകും. ശരിക്കും പറഞ്ഞു നമുക്ക് ഇന്ന് കളി കഴിഞ്ഞാൽ നാളെ ഉറങ്ങിക്കഴിഞ്ഞാൽ നാളത്തെ വേഷം അവിടെ ഉള്ളൂ. വലിയൊരു പിന്തുണയാണ് ഒരു കണക്കിന് ശരിയാത്തതുകൊണ്ട് പണ്ട് അച്ഛന്മാരെ വിളിച്ചാൽ കുളി കഴിഞ്ഞാൽ അന്നത്തെ കഥാപാത്രത്തെ മുഴുവൻ, അന്നത്തെ കഥാപാത്രത്തിൻ്റെ സ്വഭാവമാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉണ്ണിനേശനൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു നല്ല ശരിയാണ് തോന്നുന്നുണ്ട് ഇപ്പോൾ. എന്നുവെച്ചാൽ അന്ന് നമ്മൾ ഈ ഇന്നത്തെ വേഷം ഉണ്ടെങ്കിൽ അന്ന് കാലത്ത് മുതൽ നമ്മൾ വേറെ വല്ല കാര്യങ്ങൾക്കൊക്കെ തിരിഞ്ഞു പോയാൽ അന്നത്തെ ആ അലച്ചിലും അതിൻ്റെയൊക്കെ മാനസികമായുള്ള പ്രശ്നം അത് ദേശം ഈ രംഗത്ത് കാണും. അതുപോലെ നമ്മളൊരു കഥാപാത്രം ഒന്ന് ചെയ്യാച്ചാൽ ഫുൾ കാലത്ത് മുതലേ ശ്രദ്ധ പിടിച്ചും കൊണ്ട് ചെയ്താൽ അതിന് മാറ്റം വരും. ഒരു വലിയ പിന്തുണയാണ് അവർ തന്നത്. അവർ സഹായം കലാകാരന്മാരോടും ആസ്വാദകരോടും ജീവിച്ചിരിക്കുന്ന കഥകളി രംഗത്തെ ഒരു പ്രതിഭാശാലി എന്നുള്ള നിലയ്ക്ക് ബാലേട്ടൻ എന്താ പറയുള്ളത്? ഇതിന് ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട് ആചാര്യന്മാർ. ഇതിൻ്റെ ഒരു സമ്പ്രദായ കഥകളി ക്ലാസിക്കലായിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഫ്രെയിമിൽ നിന്നും കൊണ്ട്
എന്തും പുതുമയും ചെയ്യാം. പക്ഷെ പഴത് നിലനിർത്തിയും കൊണ്ട് വേണം മനസ്സിലായി. കാലികമായ പല മാറ്റങ്ങളും എല്ലാ കലകളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കഥകളിയിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് ബാലേട്ടൻ്റെ അഭിപ്രായം എന്താ? കഥകളിയിൽ പറയാച്ചല്ല, കഥകളിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ സംഗീതമാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റിൽ വളർന്നിരിക്കുന്നത്. സംഗീതത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്, അത് നല്ല വളർച്ചയാണ്. എല്ലാറ്റിനും മാറ്റം വന്നിട്ടുണ്ട്. മേളം അസാധ്യമായിട്ട് മേളം വളർന്നുണ്ട്. അത് ഇത്ര വേണമെന്നുള്ളൊക്കെ ചോദ്യം വരും, പിന്നെ കിടക്കണം കേട്ടോ. പിന്നെ എനിക്ക് ഞാൻ ആഹാര്യത്തിലുള്ള മാറ്റമാണ്. ഇപ്പം ഞാൻ ഒരു നമ്മൾ ആചാര്യന്മാരുടെ വേഷം കാണുമ്പോൾ അന്നത്തെ വേഷത്തിൻ്റെ സമ്പ്രദായമല്ല ഇന്നത്തെ ഉടുത്തുകെട്ട്. വളരെ മാറ്റം വന്നിട്ടുണ്ട്, വളരെ മാറ്റം വന്നിട്ട് വല്ലാണ്ട് ഇത്രയൊന്നും വല്ലാണ്ടൊന്നും ഈ ഉടുത്തുകെട്ടില്ല. അത്ര വേണമെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഈ ടി വി മാധ്യമങ്ങളൊക്കെ വന്നു ടി വിയിൽ കാണുമ്പോൾ ചിലപ്പോൾ തോന്നുന്നുണ്ട് ഇത്ര വേണ്ടായിരുന്നു. മാറ്റം നല്ല അതാ ചൊട്ടി മേക്കപ്പ് അതുണ്ട്, ചൊട്ടിയൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ മാറ്റം തന്നെയാണ്, വളർച്ച തന്നെയാണ്. പഴയ അത് ആ നിലവിളക്കിൻ്റെ പാകത്തിൽ ഉണ്ടാക്കുന്ന ചെറിയ ചുട്ടിയും മതും അതിനൊക്കെ വളരെ വളരെ മാറ്റം വന്ന് അതെന്താ എനിക്ക് തോന്നുന്നത് അത് അതിൻ്റെ കാരണം ഒരു തിയേറ്റർ സംസ്കാരത്തിലേക്ക് കഥകളി വന്നതോട് കൂടിയിട്ടാണ് 70-ന് ശേഷവും 67-ന് ശേഷം 67 വിദേശയാത്ര കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളതായ മൊത്തം ശബ്ദത്തിൻ്റെയും ആഹാരത്തിൻ്റെയും ഒരു രംഗത്തിൻ്റെ ഡിസിപ്ലിനും വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ല മാറ്റമാണ്, നല്ല മാറ്റം തന്നെ. ഈ ഹനുമാൻ്റെ തേപ്പിൻ്റെ ഒക്കെ ഭംഗിയും ചുട്ടിയൊക്കെ ഭംഗി അത് വളരെ മാറ്റം തന്നെ. തെയ്യത്തിൻ്റെ പോലൊക്കെയുള്ള നല്ല തെയ്യത്തിന് നല്ല ഭംഗിയല്ലേ, അതുപോലെ തന്നെ ഈ ഹനുമാൻ്റെ ഒക്കെ എന്തൊരു ഭംഗിയാണ്. പച്ചയടയായിക്കോട്ടെ, കത്തിയായിക്കോട്ടെ, ചുവന്നാടിയായിക്കോട്ടെ ഒക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ കഥകളിയെക്കുറിച്ച് സംസാരിച്ചു, ബാലേനെ കുറിച്ച് സംസാരിച്ചു, കഥകളിയുടെ പല മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ ഇനിയും കൂടുതൽ പുരസ്കാരങ്ങളും ഒക്കെ ബാലേട്ടന് കിട്ടട്ടെ. ഇനിയും നിരവധി അരങ്ങുകളിൽ തിളങ്ങി നിൽക്കാൻ ബാലേട്ടന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.